അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ്റെ പുതിയ സെഡസ്ത്ര വണ്ടിയുടെ വർക്കിൻ്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മെയിൻ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ സ്റ്റിക്കർ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിലത്തെ ഫോണ്ടെല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ സ്റ്റിക്കർ വർക്കുകളും കൂടി വരുന്നുണ്ട്. പിന്നീട് അതിനുശേഷം നമുക്ക് ഈ ഒരു വണ്ടിയുടെ ആ ഒരു സീറ്റിനടിയിൽ കയറാനുള്ള ഫുൾ റേഞ്ചുകളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇന്ന് നമ്മുടെ ക്യാപ്റ്റൻ്റെ ക്രൂ കംപ്ലീറ്റ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നിലവിൽ വർക്കും കാര്യങ്ങളും എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പ്രിയനും ആവയും കൂടി ആ ഒരു സീറ്റിനടിയിൽ കയറാനുള്ള ഫുൾ റേഞ്ചിൻ്റെ പെട്ടികളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ സൗണ്ട് ഇറങ്ങുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിതെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സാധനത്തിനകത്ത് ഇനി അടുത്ത പരിപാടി ക്ലോത്ത് പുതിയ എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം പൊതിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു ലുക്കിലിരിക്കും. ഇനി ഇതിനകത്തോട്ട് ആ ഒരു ഫുൾ റേഞ്ചും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എടുത്തിട്ട് നമ്മളെ വണ്ടിക്കകത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് ബെനിച്ചേട്ടൻ അവിടെ പോയിട്ട് ആ ഫുൾ റേഞ്ച് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാം ആ പെട്ടിയുടെ സൈസും കാര്യങ്ങളെല്ലാം കറക്റ്റില്ലെന്ന് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ നമുക്കിനി നേരെ പോയിട്ട് ഇതിൻ്റെ അകത്ത് വയറും കാര്യങ്ങളെല്ലാം ഓൾറെഡി അവർ വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതായത് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അവിടെ സൈഡിൽ ചെറിയൊരു രീതിയിൽ തട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ തട്ടി നിൽക്കുന്ന അത്ര ഏരിയ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് സെറ്റാക്കണം. പിന്നെ ഇവിടെ അടുത്ത ഫുൾ റേഞ്ചിൻ്റെ പെട്ടിക്കകത്ത് ആ ഗ്ലൂവും കാര്യങ്ങളെല്ലാം തേച്ചിട്ട് ആ ഒരു ക്ലോത്ത് ഒട്ടിക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ പ്രിയൻ. അപ്പോൾ ബെനിച്ചേട്ടൻ ആ ഒരു എക്സ്ട്രാ തള്ളി നിന്ന ആ ഒരു തട്ടി നിന്ന ആ ഒരു പോർഷൻ ഇവിടെ പതുക്കെ നൈസിന് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ ഒരു ഏരിയ കട്ട് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ഫിറ്റായിട്ട് ആ ഒരു ബോക്സിനകത്ത് ഇതെല്ലാം ഒതുങ്ങി നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അവർ കറക്റ്റായിട്ട് ആ ഒരു ക്ലോത്ത് ഇതിനകത്തോട്ട് പൊതിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഓരോ ഇഞ്ചും ഓരോ അടിക്കണക്കും അവർ കറക്റ്റായിട്ടെല്ലാം നോക്കിയിട്ട് എല്ലാം പെർഫെക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ അത് ചൊട്ടിച്ചെടുക്കത്തുള്ളൂ. കാരണം ഒന്നും അങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സാധനം കംപ്ലീറ്റ് പറിച്ചു കളഞ്ഞിട്ട് ഒന്നേന്ന് വീണ്ടും രണ്ടാമത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാ ഈ ഒരു സാധനം എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്, കട്ടിങ്ങും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ചേട്ടൻ അതെല്ലാം വെച്ച് നോക്കി എല്ലാം ക്ലിയർ ആണ്. അപ്പോൾ ഇനി ഇതാ ആ ഒരു ഫുൾ റേഞ്ചോട് കയറ്റിയിട്ട് നമുക്ക് നേരെ ഇത് നമ്മുടെ വണ്ടിക്കകത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു വണ്ടിയുടെ ക്ലോത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ക്ലോത്ത് ഡിസൈൻ ഒരുപാട് പേർക്ക് ഇഷ്ടമായെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. എനിക്കും പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്തിടയ്ക്ക് വർക്കിന് വന്ന വണ്ടികളുടെ ക്ലോത്തുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ക്ലോത്ത് എനിക്ക് വല്ലാണ്ടെങ്കിൽ ഇഷ്ടമായി കേട്ടോ. അത് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ചിലപ്പോൾ വേറൊരാൾക്ക് നോക്കുമ്പോഴത്തേക്ക് മറ്റു വണ്ടികളുടെ ചിലപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ഒരു ബ്ലാക്കും ഈ ഒരു റെഡും ഒക്കെ തീം വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത്. ഇനി അതിൻ്റെ പേരിൽ മറ്റു വണ്ടികളുടെ ക്ലോത്തിനെ ഞാൻ താത്തി പറഞ്ഞെന്നാരും പറയരുത് കേട്ടോ. അതങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അഡ്വാൻസ് ആയിട്ടൊന്ന് പറഞ്ഞേ ഉള്ളൂ. പേഴ്സണലി എനിക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാ നമ്മുടെ അച്ചു ആ ഒരു ഫുൾ റേഞ്ച് എല്ലാം വെച്ച് കറക്റ്റ് പൊസിഷനിൽ കൊണ്ട് വയ്ക്കുവാണ്. വയറും കാര്യങ്ങളെല്ലാം ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വലിയ ടാസ്ക് ഇല്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് അവിടെ വെച്ചൊന്ന് ഉറപ്പിക്കണം. ഉറപ്പിച്ചതിന് ശേഷം അതിനകത്ത് ഒരു സ്പീക്കറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരണം. അപ്പോൾ അത് ബിനിച്ചേട്ടൻ അച്ചും കൂടിയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ബിനിച്ചേട്ടൻ അവിടെ ഇരുന്നിട്ട് ഓരോന്നും ചെക്ക് ചെയ്ത് അതിനകത്ത് സ്ക്രൂ എല്ലാം അടിച്ച് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓൾറെഡി ആ ഒരു വയറിങ്ങിൻ്റെ ആ ഒരു വയർ നമ്മൾ അകത്തോട്ട് ഇട്ടിട്ടാണ് അത് അവിടെ വെച്ച് ടൈറ്റ് ആക്കുന്നത്. അതിന് ശേഷമാണ് ഈ ഒരു സാധനം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ പരിപാടികൾ ഇവിടെ തകർച്ചയായിട്ട് നടക്കുന്നുണ്ട്. ഈ ഒരു ഫുൾ റേഞ്ച് അവിടെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ കണ്ടാണ് പെട്ടെന്ന് വെച്ച് ചാടി കയറിയിട്ട് അതിൻ്റെ മേളിൽ നിന്നത്. അപ്പോൾ അത് എന്തിനാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എത്ര പേര് ഇത് കറക്റ്റായിട്ട് പറയുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതാ നമ്മളുടെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഈ ഒരു വണ്ടിക്കകത്ത് വരാൻ സാധ്യതയുള്ള സബ് ഏതായിരിക്കുമെന്ന്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാർ റിപ്ലൈ ആയിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൂടുതൽ ആൾക്കാരും DD-യും കിക്കറുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 15 ഇഞ്ച് സബ് എന്ന് ഞാൻ എടുത്ത് പറഞ്ഞതുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ DD-യും കിക്കറും പറയുന്നത്. പക്ഷേ DD-യും അല്ല കിക്കറും അല്ല, ഇത് രണ്ടും അല്ലാത്ത മറ്റൊരു സബ്ബാണ് നമ്മൾ കയറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് എന്നിട്ട് ഞാൻ ഹിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. DA എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു DA എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതാണ് ആ ഒരു സബിൻ്റെ പേരെന്ന് പറയുന്നത്. പിന്നെ ഇതാണ് നമ്മളുടെ സംഗീതയിലേക്ക് പുതിയതായിട്ട് എത്തിയ ഒരാൾ റാൻഡമായിട്ട് വന്നു കയറിയതാണ് കേട്ടോ. പക്ഷേ നല്ല ഇണക്കം ഉണ്ടായിരുന്നു. ഇതേതോ വീടുകളിൽ വളർത്തിയിട്ട് എങ്ങനെയോ മിസ്സായിപ്പോയ ആളാണെന്നാണ് നമുക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ആൾ വന്നപ്പോൾ തന്നെ യാതൊരു അഗ്രഷൻ കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ ഇണക്കമുണ്ട്, അത്യാവശ്യം കളിക്കുന്നൊക്കെ ഉണ്ട് എല്ലാവരുമായിട്ട്. ഇതേപോലെ പുള്ളിക്കാരി അത്രയും ഇണക്കമൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ചാടിപ്പോയതാവാനാണ് ചാൻസ്. ഇനി ആരെങ്കിലും കൊണ്ട് കളഞ്ഞതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമ്മളോട്ടെല്ലാം നല്ല ഇണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് സ്ഥിരമായിട്ട് എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ വരുന്ന ആൾക്കാരുടെ അടുത്തും യാതൊരു അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഒന്നുമില്ല. സ്ട്രേഞ്ചേഴ്സ് വന്നാൽ പോലും പുള്ളിക്കാരി ഇങ്ങനെ അവിടെയൊക്കെ പോയി ഇങ്ങനെ നിൽക്കുന്നതാണ്. അങ്ങനെ അറ്റാക്കിങ് ടെൻഡൻസി ഒന്നും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെറ്റ്സൊക്കെ ഇങ്ങനെ വന്ന് കയറുന്നത് ഒരു നല്ല കാര്യമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തായാലും അങ്ങനെ ഒരാളും കൂടി നമ്മളുടെ സംഗീതത്തിൽ അങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇവിടെ നമ്മുടെ മേശരിയും വാവയും കൂടി ചേർന്നിട്ടൊരു സാധനം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ക്യാബിനിൽ കൊടുക്കാനായിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ ഇത്. ഈ ഒരു ബോക്സിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സാധനം വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്യാബിനിൽ പാട്ട് കേൾക്കാനും ഒക്കെ ആയിട്ട് പറ്റുന്നൊരു സാധനമാണിത്. നോർമലി നമ്മളുടെ ഒരു കമ്പനി സ്പീക്കറാണ് ഒട്ടുമിക്ക വണ്ടികളിലും 2 ലെഫ്റ്റ് റൈറ്റുമായിട്ട് ടോപ്പിലിരിക്കുന്നത് ക്യാബിനിൽ, ഡ്രൈവർ ക്യാബിനിൽ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ അത്യാവശ്യം നമ്മൾ പിള്ളേർക്കൊക്കെ ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ട് പുറത്തുനിന്നൊക്കെ ഡാൻസ് കളിക്കാനൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വോക്കൽ ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം
നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഔട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനൊരു അടിപൊളി സാധനമാണ് ഈ ഒരു സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിതിനകത്ത് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വെള്ള ഷർട്ടുള്ള ഈ ഒരു ക്ലോത്ത് അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് നേരെ നമ്മളുടെ ഡ്രൈവർ ക്യാബിൻ്റെ ആ ടോപ്പ് ഭാഗത്തായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഫൈനൽ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് കാണാനായിട്ട് നല്ല അടിപൊളി ലുക്കായിരിക്കും ഈ ഒരു സാധനം. അപ്പോൾ അത് അതേസമയം തന്നെ നമ്മളുടെ വണ്ടിയുടെ മെയിൻ ഫോണ്ടും കാര്യങ്ങളെല്ലാം ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുധി ഗ്രാഫിക്സ് വന്നിട്ടുണ്ട് ചാരുമൂട്ടിന്ന് ഈ ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് ഫോണ്ട് ഉൾപ്പെടെ എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് അടിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്ന റെഡ് കളറുണ്ട്, അതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ സ്ഥിരം വാങ്ങുന്നതല്ലേ അവിടെ. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ആ മെയിൻ ഫോണ്ടാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ബ്ലാക്ക് ആദ്യം സെറ്റ് ചെയ്യണം. പിന്നീട് അതിൻ്റെ മേളിൽ കൂടെ വേണം ഈ ഒരു ഫോണ്ടെല്ലാം വെച്ച് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നീട് നമ്മൾ ഈ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ആ ഒരു ഫോണ്ടിൻ്റെ ഔട്ട്ലൈനും അതുപോലെ തന്നെ ഷാഡോയും മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്കി ആ ഒരു ബാക്കിൽ നെയിം ബോർഡ് കയറുന്ന സമയത്ത് ആ ഒരു നെയിം ബോർഡിൻ്റെ റിഫ്ലക്ഷനാണ് ബാക്കി വരുന്നത്. അത് ചിലപ്പോൾ ഞാനിപ്പോൾ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ഒരു ഫൈനൽ ഔട്ട് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഫൈനൽ ഔട്ട് കാണിക്കുന്ന സമയത്ത് ഞാൻ അതൊന്നും കൂടി ഞാൻ എടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ട് എത്തും. ഒട്ടുമിക്ക പേർക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ വേറെയൊക്കെ വണ്ടികൾ വർക്കിന് കിടപ്പുണ്ട്. അപ്പോൾ ഈ വണ്ടികളുടെ എല്ലാം വീഡിയോ പുറകെ വരുന്നതാണ്. പിന്നെ എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കൺ ഞെക്കി വെക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യണം എല്ലാവരും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടില്ലാതെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല, ഈ ഒരു വ്ളോഗും കാര്യങ്ങളും ഒന്നും. അപ്പോൾ സപ്പോർട്ട് ഇപ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആരും നമ്മളുടെ വീഡിയോസിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാലായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പോയിട്ട് ബാക്കി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ ഇല്ലാത്ത കുറവ് കാണുന്നത് വായി നോക്കി അവനെന്തെങ്കിലും പണി കൊടുക്കാം. പണിയടാ അപ്പോൾ അത് ആദ്യത്തെ ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളും ഷാഡോയും എല്ലാം കറങ്ങാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ഈ ഒരു ഫോണ്ടും കാര്യങ്ങളെല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറേശ്ശെ കട്ട് ചെയ്ത് കയറ്റിയിട്ട് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു അടുത്ത പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു വണ്ടിയുടെ മേളിൽ കയറി നിന്നിട്ടാണ് പുള്ളിക്കാരെ അത് അടിക്കുന്നത്. വണ്ടിയുടെ മോൾ ഭാഗം അത്യാവശ്യം ചൂടായി വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മിക്കവാറും ഈ ഒരു കാർഡ്ബോർഡ് എടുത്ത് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ രീതിക്ക് ചൂടാവുന്നുണ്ട്. അങ്ങനെ വരുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നേരെ ആ ഒരു സാധനം നമ്മുടെ ഗ്ലാസ്സിലേക്ക് വെക്കാനായിട്ട് പോവാണ്. ഗ്ലാസ്സിലേക്ക് വെച്ചതിന് ശേഷം പിന്നെ അതിനകത്ത് ഓരോന്നോരോന്നായിട്ട് പറക്കിയെടുത്തായിരിക്കും മിക്കവാറും ഒട്ടിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ചതിന് ശേഷം അതിനകത്തുനിന്ന് ആ നമ്മളെ ഫോൺ ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആ രീതിക്കാണ് ഒട്ടിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളത് അകത്തുനിന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാ ഫ്രണ്ടിൽ നിന്ന് ഇതാണ് ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാധനം കയറി കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് ആദ്യം അവർ കട്ട് ചെയ്ത് മാറ്റുമായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നീട് അതിനകത്തോട്ട് ഈ ഒരു ഫോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോരോ സാധനങ്ങളായിട്ട് അവിടെ നിന്ന് ഇളക്കിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇളക്കി വരുന്നത് കാണുമ്പോഴേ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എടുത്തിരിക്കുന്നത് ക്യാപ്റ്റൻ്റെ ടീയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മളുടെ മുമ്പടിച്ചിരുന്ന ഫോണ്ട് പോലെ തന്നെ റെഡ് കളറിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ലോഗോയുടെ ആ ഒരു രീതിക്കാണ് വരുന്നത്. ബാക്കി അക്ഷരങ്ങൾക്കാണ് ചേഞ്ച് ഉള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളത് അവർക്ക് പണിക്കാർക്ക് വെള്ളം വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, സ്റ്റിക്കർ അടിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് ആ വെള്ളമൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ആ ഒരു അകത്തുള്ള ആ ഒരു ഷാഡോ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഈ ഒരു ബാക്കി സാധനങ്ങൾ പെറുക്കിയെടുത്ത് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ആദ്യമായിട്ട് ആ ഒരു കയറിയിട്ടുണ്ട്. പിന്നീട് അതിന് പുറമെ നമ്മളുടെ ബാക്കിയുള്ള അക്ഷരങ്ങളുടെ ആ ഒരു മേളിൽ കൂടെ വരുന്ന ഷാഡോയും കൂടി കയറും. പിന്നീട് ബാക്കി എല്ലാ പരിപാടിയും നമ്മളുടെ നെയിം ബോർഡ് കയറുന്ന സമയത്താണ്. നെയിം ബോർഡിൽ നിന്ന് കയറുന്ന സമയത്താണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ ഇരിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒരു വെള്ള പേപ്പർ പിടിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അതേപോലെ ഇരിക്കും ബാക്ക്ഗ്രൗണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മളുടെ അകത്തെ ആ ഒരു സ്റ്റിക്കർ അടിക്കാം.
അപ്പോൾ ഇതാണ് ഒരു വണ്ടിയുടെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്ലാസ്സിനകത്ത് ഓൾറെഡി ഒരു ബ്ലാക്ക് ടിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്നാണ് ഈ ഒരു ലോക്കി എന്ന് പറയുന്ന സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ എഡിഷൻ നെയിം ലോക്കി എന്നാണ് ഇട്ടിരിക്കുന്നത്. ലോക്കിയുടെ തീമിലാണ് ഈ ഒരു വണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക്, ആ ഒരു പഞ്ച് ബോക്സിൻ്റെ ബാക്കിൽ കൂടെ കയറിയിട്ട് വേണം നമുക്കത് ഈ ഒരു സ്റ്റിക്കർ അവിടെ ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾ ഓൾറെഡി കാണുന്നത് പോലെ തന്നെ 1-2 ആയുധങ്ങളൊക്കെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം. അപ്പോൾ അത് 1-2 ആയുധങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നിന്നിട്ടാണ് പുള്ളിക്കാരത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരാൾ വെളിയിൽ നിന്ന് നോക്കുന്നുണ്ട് കറക്റ്റ് ലെവലാണോ എന്ന്. അതിനനുസരിച്ച് ഇവിടെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ആയി വന്നതിന് ശേഷം ഒരു ഫൈനൽ ഇത് കിട്ടിയതിന് ശേഷം നമുക്കത് അവിടെ വെച്ചിട്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു ബാക്കിലത്തെ ഈ ഒരു ഇതിനകത്തും നെയിം ബോർഡ് വരുന്നുണ്ട് കേട്ടോ. നെയിം ബോർഡ് കട്ടിങ്ങാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ലൈറ്റ് വർക്കും കൂടി കഴിഞ്ഞിറങ്ങുമ്പോഴേ നമുക്ക് എടുത്തറിയാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഒരു ബാക്ക് ഗ്ലാസ്സിനകത്ത് ഒരു ടിൻറ്റും കൂടി വരുന്നത് കൊണ്ട് ഈ ഒരു ലുക്കാണ് നമുക്ക് ഫൈനലി കിട്ടുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. പിന്നീട് നമ്മളുടെ വണ്ടിയുടെ ലിപ്പ് വന്നിട്ടുണ്ട്. ലിപ്പുകൾ ഇതേപോലെ 2 പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഈ ലിപ്പിനകത്ത് ഇനി നമുക്ക് പെയിൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഈ ലിപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വണ്ടിക്കകത്ത് ഒട്ടിക്കാനായിട്ട്. പിന്നീട് അതിനുശേഷം നമുക്ക് റബ്ബർ ബീഡിങ്ങും കൊടുക്കാം. അപ്പോഴത്തേക്ക് വണ്ടി നീറ്റ് ലുക്ക് ആവും. പിന്നെ നമ്മൾ നമ്പർ പ്ലേറ്റ് ഒരു പ്രത്യേകതര സാഹചര്യത്തിൽ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇളക്കി വെച്ചിരുന്ന നമ്പർ പ്ലേറ്റുകളും നമ്മളിപ്പോൾ തിരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ സുഹിത്ത് അതിൻ്റെ അടുത്ത് നമ്പർ പ്ലേറ്റ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനാണെന്നത് ഊരി വെച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം ഇനി നേരെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് വണ്ടിക്കകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു നമ്പർ പ്ലേറ്റ് കൂടി കയറുമ്പോഴത്തേക്ക് വണ്ടി എന്തായാലും അഴകാവും കേട്ടോ. സ്ക്രൂ ഇല്ല, അത് വേറെ എടുക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവർ തമ്മിൽ നല്ല കമ്പനിയായി കേട്ടോ. ഇപ്പോൾ രണ്ടുപേരും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. രണ്ടുപേരും നല്ല കമ്പനിയായി. പിന്നെ അവിടെ നമ്മളുടെ നമ്പർ പ്ലേറ്റ് കയറാനായിട്ട് പോവുകയാണ്. അതാണ് നമ്മളുടെ മെയിൻ സംഭവം. പിന്നെ ഇവിടെ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ജസ്റ്റ് തലയ്ക്കൊന്ന് തടവി കൊടുത്താൽ മതി. നല്ല ഇണക്കമാണ്, പെട്ടെന്ന് ആളണങ്ങും. പിന്നെ ആരെയും ഉപദ്രവിക്കത്തൊന്നുമില്ല. ഇപ്പോൾ ലാസ്റ്റ് ഇവിടെ വന്ന് 1-2 പേര് ഇങ്ങനെ പേടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആൾ പാവമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവളെ പെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൾ പാവമാണ്, ആരും പേടിക്കണ്ട. പിന്നെ ഇവിടെ നമ്മുടെ സുഹിത്തുമായി അങ്ങനെ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. നമ്പർ പ്ലേറ്റ് കൂടി കയറി കഴിയുമ്പോഴത്തേക്ക് വണ്ടി അഴകാവും. പിന്നെ നമ്മളുടെ ഫ്രണ്ടിലത്തെ ഒരു എഡിഷൻ നെയിം എന്ന് പറയുന്നത് ഇതാണ്. ഇനി അതിൻ്റെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോഴേ അതിൻ്റെ ഒരു ഒറിജിനൽ ലുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും നമ്മളുടെ ഒരു വണ്ടിക്കകത്ത് ചെയ്യുന്ന എന്തെങ്കിലും വർക്കിനകത്ത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് കമൻ്റായിട്ട് ഇട്ടാൽ മതി. നമ്മളതിനെല്ലാം റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് കൊണ്ടുവരുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം എന്തൊക്കെയാണ് ഈ ഒരു വണ്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ ഇവിടെ നമ്മുടെ നമ്പർ പ്ലേറ്റുകളെല്ലാം കയറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എഡിഷൻ നെയിമിൻ്റെ ആ ഒരു ഭാഗം എല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. നമ്മൾ പ്രകാശിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പിന്നീട് വാഷ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വർക്കൊക്കെ നടക്കുന്നതുകൊണ്ടാണ്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു വർക്ക് നടക്കുന്ന ടൈമിൽ എത്രത്തോളം വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും അഴുക്കാവും. അപ്പോൾ നമുക്ക് വർക്കെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി എന്തായാലും വാഷിനുമൊക്കെ കയറ്റണം. അപ്പോൾ അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എല്ലാം വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും കിടിലം വണ്ടികളുടെ വർക്ക് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. അപ്പോൾ അത് ആ സ്റ്റിക്കർ വർക്കെല്ലാം കഴിഞ്ഞിട്ട് അവരും ഇറങ്ങുവാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ 26 സീറ്റ് ട്രാവലറും കുറച്ച് ചെറിയ ട്യൂണിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് ആ ഒരു വണ്ടിയും ട്യൂണിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു 17 സീറ്റ് വണ്ടി ഇവരുടെ ആ ഒരു വണ്ടിയും കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ആ ഒരു വണ്ടിയുടെയും വിഷ്വൽസും കാര്യങ്ങളും എല്ലാം ഉടനെ തന്നെ നമ്മളുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഡസ്റ്ററയുടെ ബാക്കി വർക്കിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം.